ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ തിങ്ക് ഡിഫറൻറ്റ് സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്റ്റൈൽ മോഷനിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോർമലി ചെയ്യുന്ന രീതിയും നമ്മൾ കുറച്ചുകൂടിയൊക്കെ വെക്റ്റർ ഐഡിയകളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയും, ഇങ്ങനെ രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് കാണിക്കാം. ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് കാണിക്കാം. സോ സെയിം ക്വസ്റ്റ്യൻ, സെയിം സിലബസ്, ഡിഫറൻറ്റ് വേ ഓഫ് തിങ്കിങ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. A particle is projected from the ground with an initial speed of v at an angle theta with the horizontal. The average velocity of the particle between its point of projection and height of the trajectory. അതായത് ഒരാൾ എറിഞ്ഞു, ഇവിടെ എത്തി. പ്രൊജക്റ്റൈൽ മോഷൻ ആണ് ഇത്, എല്ലാവർക്കും അറിയാം. പോയിന്റ് ഓഫ് പ്രൊജക്ഷനും മാക്സിമം ഹൈറ്റും തമ്മിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടെത്താനാണ് ചോദ്യം. അപ്പം ഇതാണ് ആ പ്രൊജക്റ്റൈൽ മോഷൻ. ആ പ്രൊജക്റ്റൈൽ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ഇനീഷ്യലും ഫൈനലും തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിഫറൻസ്. ഇതതിൻ്റെ മാക്സിമം ഹൈറ്റ് ആയ എച്ച് ആണ്. ഇതതിൻ്റെ റേഞ്ചിന്റെ പകുതിയായ r/2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. വി ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. അല്ല, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇത് എന്ന് പറഞ്ഞാൽ ഇതും ഇതും രണ്ട് സൈഡുകളാണ്. ഇതതിന്റെ ഹൈപ്പോട്ടനിസ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിലെ ഡിസ്പ്ലേസ്മെന്റ് റൂട്ട് ഓഫ് ആരാണ്? അത് h² പ്ലസ് r/2 ദി ഹോൾ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം. ടോട്ടലി ട്രാവൽ ചെയ്യാനെടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. പകുതി ട്രാവൽ ചെയ്യാനെടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ പകുതിയാണ്, t/2 ആണ്. അപ്പൊ ഞാൻ ഇതിനെ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഞാൻ മൊത്തത്തിൽ റൂട്ടിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പോവാണ് ഇവരെ. ശരിക്കും ഓൾ റൂട്ട് ഇല്ല, പക്ഷെ എങ്ങനെ കൊണ്ടുവരാന്ന് ഞാൻ കാണിക്കാം. h² ആരാ? h² u² sin² θ/2g ആണ്. 2g ഉണ്ട്, അതിന്റെ ഹോൾ സ്ക്വയർ ആണ്. പ്ലസ് r/2 ആരാ? റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? u² sin 2θ. sin 2θ പറഞ്ഞാൽ 2 sin θ cos θ/g. പക്ഷേ ബൈ ജി പോരാ, അത് റേഞ്ചാ, ഇത് റേഞ്ചിന്റെ പകുതിയാ. അപ്പൊ /2g വേണം. ആ റേഞ്ചിനെ /2 ചെയ്തു. ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ് റൂട്ടിനുള്ളിലുള്ളത്, ഡിവൈഡഡ് ബൈ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്താ? 2u sin θ ബൈ ജി. 2u sin θ ബൈ ജി. പക്ഷെ ഇത് അതിന്റെ പകുതിയാ, /2. എന്നിട്ട് അതിനൊരു സ്ക്വയർ ഇട്ട് കൊടുക്കണം. അതെന്താ? ഇവിടെ സ്ക്വയർ ഇല്ലല്ലോ, ഇല്ല. പക്ഷെ ഇതിന് ഒന്നിച്ച് റൂട്ട് കൊടുക്കണമെങ്കിൽ t/2 സ്ക്വയർ കൊടുക്കണം. അപ്പോഴല്ലേ അതിന്റെ സ്ക്വയറിന്റെ റൂട്ട് കൊടുക്കുമ്പോൾ t/2 കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും റൂട്ടിനുള്ളിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി കോമൺ ആയിട്ട് കുറച്ച് ആൾക്കാർ എനിക്ക് വെട്ടിക്കളയാലോ. ആരാ? ഒന്ന് നോക്കൂ, ഒന്ന് ശരിക്കും നോക്കൂ. ഇവിടെ ഒരു സൈൻ തീറ്റന്റെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സൈൻ തീറ്റന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്, അതിന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? പക്ഷെ ആ കോസിന്റെ സ്ക്വയർ അവിടെ ബാക്കി നിൽക്കും. അപ്പോൾ ഇവിടുത്തെ സൈൻ സ്ക്വയർ തീറ്റ പോയി, ഇവിടുത്തെ സൈൻ തീറ്റന്റെ സ്ക്വയർ പോയി, ഇവിടുത്തെ സൈൻ തീറ്റന്റെ സ്ക്വയർ പോയി, എല്ലാവരും പോയി. ഇനിയോ അതുപോലെ വെട്ടിക്കളയാൻ പറ്റുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞേ, യു കുറെ വെട്ടിക്കളയാൻ പറ്റൂലേ? എങ്ങനെയൊക്കെ? 2g, 2gക്ക് സ്ക്വയർ ഉണ്ട്, 2gക്ക് സ്ക്വയർ ഉണ്ട്, 2gക്ക് സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് 2g സ്ക്വയറുകളൊക്കെ വെട്ടിക്കളയാം. ഇനി യുവിനെ വെട്ടിക്കളയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കിക്കോ. ഇത് യു, ഇതിലെ ഈ യുവിലെ ഒരു യു പോവും, ഇതിലെ ഒരു യു പോവും. അങ്ങനെ വരുമ്പോ യു സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു യു സ്ക്വയർ ഉണ്ട്. അത് കോമൺ ആയി പുറത്തെടുക്കുമ്പോൾ u², പുറത്തേക്ക് എടുക്കുമ്പോൾ യു ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു യു പുറത്തുണ്ടെന്ന് മനസ്സിലായി. ഇനി ആരാ റൂട്ടിനുള്ളിൽ ബാക്കി നോക്കാം. റൂട്ടിനുള്ളിൽ ബാക്കി ഇവിടെ ഒരു sin² θ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ വേറൊരാളുണ്ട്. ആരാ? sin² θന്റെ സ്ക്വയറാ. അതായത് അവിടെ 4 sin θ ആണ്, അല്ലെങ്കിൽ 2 sin θ പോയിട്ടുള്ളൂ. അപ്പൊ ബാക്കി 2 sin θ അവിടെ ഉണ്ട്, sin² θ അവിടെ ബാക്കിയുണ്ട്. റെഡി അല്ലേ കാൽക്കുലേഷൻ? പിന്നെ ഇവിടെ സൈൻ തീറ്റന്റെ സ്ക്വയർ പോയി, കോമൺ ആയിട്ട് എടുത്തപ്പോൾ താഴത്താളായിട്ട് വെട്ടിപ്പോയപ്പോ പോയി. പക്ഷെ ഇവിടെ കോസ് തീറ്റന്റെ സ്ക്വയർ ഉണ്ട്, അപ്പൊ cos² θ അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ sin² θ പ്ലസ് cos² θ ഡിവൈഡഡ് ബൈ ഇവിടെ 2 ബാക്കിയുണ്ട്. 2g ഒക്കെ വെട്ടിപ്പോയിട്ടുണ്ട്. ഈ 2ന്റെ സ്ക്വയർ ബാക്കിയുണ്ട്, /4. /4 എവിടെ ഒരു മിസ്സിംഗ് ഉണ്ട്. യെസ്, ഇവിടെ ഒരു 2 ഉണ്ട്. ഈ 2ന്റെ സ്ക്വയർ അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പം യുവിന്റെ താഴേക്ക് 4ന്റെ റൂട്ട് വന്ന /2. റൂട്ടിനുള്ളിലുള്ളത് 4 cos² θ പ്ലസ് sin² θ. റെഡി അല്ലേ? എന്താ പരിപാടി? u/2 ഇൻറ്റു 4 cos² θ പ്ലസ് sin² θ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താ 3 cos² θ പ്ലസ് 1 cos² θ പ്ലസ് 1 sin² θ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്.
4 cos square തീറ്റ എന്ന് പറയുന്നതിന് പകരം 3 cos square തീറ്റ പ്ലസ് cos square തീറ്റ. ഇതിനാണല്ലോ 4 cos square തീറ്റ. ഇതിലെ cos square തീറ്റ പ്ലസ് sin square തീറ്റ നമുക്ക് 1 എഴുതാം. അപ്പൊ ആൻസർ ഈസ് u/2 ഇൻറ്റു റൂട്ട് 3 cos square തീറ്റ പ്ലസ് 1 എന്ന് കിട്ടും. u/2 ഇൻറ്റു റൂട്ട് 3 cos square തീറ്റ പ്ലസ് 1 എന്ന് കിട്ടും. ഒന്നും മനസ്സിലായില്ലേ? ഞാൻ വളരെ ട്രഡീഷണൽ ആയ രൂപത്തിൽ ഇത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തന്നെ. ഇത്ര എളുപ്പമാണോ വെക്ടർ ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ വെക്ടർ എപ്പോഴും ഈസിനെസ് ആണ്. വെക്ടർ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല. നമുക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാത്തത് കൊണ്ട് പലപ്പോഴും വെക്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നേ ഉള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക് കാൽക്കുലേഷന്റെ ഈസിനെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശരിക്കും വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. ഒരാൾ 10 മീറ്റർ നോർത്ത് പോയി, 20 മീറ്റർ സൗത്ത് പോയി, 40 മീറ്റർ നോർത്ത് ഈസ്റ്റിൽ പോയി എന്നൊക്കെ പറയുന്നത് ലെങ്തി സെന്റൻസുകളാണ്. നേരെ മറിച്ച് അതിന് പകരം 40 i ക്യാപ്പ് പ്ലസ് 30 i ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് ജെ ക്യാപ്പ് എന്നൊക്കെ കൊടുത്ത് വെക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വലിയ സെന്റൻസിനെ ചെറിയൊരു മാത്തമാറ്റിക്കൽ ടൈം ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ വെക്ടർ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ ഈസിനെസ് കൊണ്ടുവരുന്ന ഒരാളാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളല്ല. ഇങ്ങനെ ആൻസർ ഉണ്ടോ? യു എന്ന് പറഞ്ഞാൽ വി ആണല്ലേ, എറിഞ്ഞ വെലോസിറ്റി വി എന്നാണ് ക്വസ്റ്റിൽ പറഞ്ഞത്. അപ്പൊ ഇത് വി ആണ്. v/2 ഇൻറ്റു റൂട്ട് 3 cos square തീറ്റ പ്ലസ് 1. ഓപ്ഷൻ ഇ, ABC, ഇത് സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. പക്ഷെ നമ്മുടെ സീരീസിന്റെ പേര് തിങ്ക് ഡിഫറൻറ്റ് ആണ്. നമ്മളൊന്ന് ഡിഫറൻറ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് നോക്കാം. ഡിഫറൻറ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യന് വേറെ രൂപത്തിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷന്. ആവറേജ് വെലോസിറ്റി ആണ് ഇവർക്ക് അറിയേണ്ടത്. എന്താ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വി ആവറേജ് എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. അങ്ങനെയാണ് നമ്മൾ ഫണ്ടമെന്റലി ആ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ പരിഗണിക്കാം. കാരണം ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ആവറേജ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഉള്ളതും വെർട്ടിക്കലി ഉള്ളതും ഉണ്ടാവും. കാരണം ഒരു പ്രൊജക്ടൈൽ മോഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആ മോഷനുകൾ കൂടി ചേർന്നതാണ്. ഒരു 2 ഡയമെൻഷണൽ മോഷനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് 2 1 ഡയമെൻഷണൽ മോഷനുകളാക്കിയതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ആവറേജ് വെലോസിറ്റി ആണ് വേണ്ടത്. ആവറേജ് വെലോസിറ്റി പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റി വേണം ഐ ക്യാപ്പ്, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റി വേണം ജെ ക്യാപ്പ്. അപ്പൊ എനിക്ക് ഇത് രണ്ടും കണ്ടെത്തണം, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റിയും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റിയും. ഞാൻ ചോദിക്കട്ടെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല. കാരണം ഏത് പോയിന്റിലും ഹൊറിസോണ്ടൽ വെലോസിറ്റി ഒറ്റ ഒന്നേ ഉള്ളൂ. ഏതാ? യു കോസ് തീറ്റ. ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് യൂണിഫോം. അതുകൊണ്ട് യൂണിഫോം മോഷനിൽ പിന്നെ ആവറേജ് കാണേണ്ട കാര്യമില്ല, ആ വെലോസിറ്റി തന്നെ ആയിരിക്കും ആവറേജ്. അപ്പൊ ഒരു ടേം ഓക്കെയാണ്. ഏതാ? ഹൊറിസോണ്ടലി സംസാരിക്കുമ്പോൾ ആവറേജ് വെലോസിറ്റി യു കോസ് തീറ്റ ഐ ക്യാപ്പ് മാത്രമാണ്. പക്ഷെ വെർട്ടിക്കലി സംസാരിക്കുമ്പോൾ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? വെർട്ടിക്കലി സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വെർട്ടിക്കലി സംസാരിക്കുമ്പോൾ ആവറേജ് വെലോസിറ്റി കാണണമെങ്കിൽ നിങ്ങൾക്ക് s/t is equal to u plus v/2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചേ പറ്റൂ. അതാണ് ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയത്. u plus v/2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചേ പറ്റൂ. അതെന്താ കാരണം? അവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. റെഡി അല്ലേ? പക്ഷെ ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. v എന്ന് പറയുന്നത് 0 ആണ്. വെർട്ടിക്കലി നോക്കുമ്പോൾ ടോപ്പസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉണ്ടാവൂ. ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെർട്ടിക്കൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോ s/t ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് v 0 ആണ്. u ആരാ? u എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് u cos തീറ്റ ആണെങ്കിൽ മേലോട്ട് ആരാ? u sin തീറ്റ. അപ്പൊ ഇത് u sin തീറ്റ ആണ്. u sin തീറ്റ മാത്രം പോരാട്ടോ, u sin തീറ്റ വേണം എന്ന് കാണുന്നില്ല. u sin തീറ്റ വേണം ബൈ ജിയോ ബൈ 2. അപ്പൊ എനിക്ക് s/t കിട്ടിയിരിക്കുന്നു, u sin തീറ്റ ബൈ 2. അപ്പൊ എന്റെ ഇക്വേഷൻ എങ്ങനെ വരിക? എന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണ്. u കോസ് തീറ്റ ഐ ക്യാപ്പും ഉണ്ട്, u sin തീറ്റ ബൈ 2 ജെ ക്യാപ്പും ഉണ്ട്. മനസ്സിലായോ? ഇത് ഹൊറിസോണ്ടൽ ആവറേജ് വെലോസിറ്റി, ഇത് വെർട്ടിക്കൽ ആവറേജ് വെലോസിറ്റി. ഇത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. ഞാൻ സമയത്ത് പറഞ്ഞേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, ഇത് വെക്റ്റർ ഫോം ആണ്. വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയറിന്റെ റൂട്ട് അല്ലേ? അപ്പൊ റൂട്ട് ഓഫ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 4. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. എന്താ വരിക? 4 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 4. ഇതിന്റെ റൂട്ട് എടുക്കണ്ടേ? റൂട്ട് എടുക്കുമ്പോൾ എന്താ കിട്ടുക? 4
ഈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, യു സ്ക്വയർ കോമൺ ആയി പുറത്തെടുത്ത് പുറത്തു വന്ന യു ഉണ്ടാകും. 4ന്റെ റൂട്ട് ബൈ 2 താഴെ ഉണ്ടാകും. റൂട്ടിന്റെ ഉള്ളില് 4 കോസ് സ്ക്വയർ തീറ്റയും ഒരു സൈൻ സ്ക്വയർ തീറ്റയും. അതിൽ 4 കോസ് സ്ക്വയർ തീറ്റയിലെ ഒരു കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റയോട് കൂട്ടിയാൽ 1 ആവും. ബാക്കി ഉണ്ടാവാം 3 കോസ് സ്ക്വയർ തീറ്റയാണ് +1. സെയിം ആൻസർ, നേരത്തെ കിട്ടിയ സെയിം ആൻസർ. പക്ഷെ ഇത്രയും വലിയ കാൽക്കുലേഷൻസ് ഒന്നും വേണ്ടി വന്നില്ല. വെക്ടർ ഈസ് ആക്ച്വലി ഈസിനെസ് എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ ഈ ചോദ്യം എടുത്ത് കീറി മുറിച്ചത്. വെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈസിയാണ്. നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഈസിയാണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വിശദീകരിച്ചത് മനസ്സിലായിട്ടുണ്ടല്ലോ. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ഹൊറിസോണ്ടൽ ഉള്ളത് ആൾവേസ് ആവറേജ് ആയാലും ഇൻസ്റ്റന്റേനിയസ് ആയാലും ഒക്കെ യൂണിഫോം ആയതുകൊണ്ട് ആവറേജ് ഇൻസ്റ്റന്റേനിയസ് ഒന്നും വ്യത്യാസമില്ല. വെലോസിറ്റി എന്താണോ അതന്നെയാണ് ആവറേജ്. അപ്പൊ യു കോസ് തീറ്റയാണ് എവരി ഹൊറിസോണ്ടൽ മോഷന്റെ വെലോസിറ്റി. എപ്പോഴും അത് മാത്രമേ ഉള്ളൂ. അപ്പൊ യു കോസ് തീറ്റ ഐ ക്യാപ് ഈസ് 1 പാർട്ട്. ഇനി വെർട്ടിക്കൽ ആവറേജ് വെലോസിറ്റിയോ, വെർട്ടിക്കൽ തുടങ്ങുമ്പോൾ യു സൈൻ തീറ്റ ഉണ്ട്, പക്ഷെ ടോപ്പിൽ എത്തുമ്പോൾ 0 ആണ്. അപ്പൊ യു സൈൻ തീറ്റ പ്ലസ് 0/2 എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ ബൈ 2. അപ്പൊ യു സൈൻ തീറ്റ ബൈ 2 ജെ ക്യാപ് ആണ് ആവറേജ് വെലോസിറ്റിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ ആവറേജ് വെലോസിറ്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈസ് ഹിയർ, ആവറേജ് വെലോസിറ്റിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഈസ് ഹിയർ. അങ്ങനെ ഒരു വെക്ടർ കിട്ടി. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാ? √(a² + b²). a² ആരാ? യു കോസ് തീറ്റ. b² ആരാ? യു സൈൻ തീറ്റ ബൈ 2. നേരെ ചെയ്തു, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു, നേരത്തെ ചെയ്ത സെയിം കാൽക്കുലേഷൻ ആവർത്തിച്ചു. b/2 ന്റെ √3 cos സ്ക്വയർ തീറ്റ +1 ആൻസർ കിട്ടി. അപ്പം നമ്മൾ സംസാരിച്ച ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ആയ കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ എപ്പോഴും നിങ്ങളെ കമന്റുകളും അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകളെ പോലെ അല്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമന്റ് ബോക്സിൽ പറയണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. സോ തിങ്ക് ഡിഫറൻറ്റ്.